ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ പകച്ചു നിൽക്കാൻ പാടില്ല. എല്ലാ തിരമാലകൾക്ക് ശേഷവും ഒരു ശാന്തതയുണ്ടാകും. എല്ലാ ഇരുട്ടുകൾക്ക് ശേഷം ഒരു വെളിച്ചമുണ്ടാകും. എല്ലാ അക്രമങ്ങൾക്ക് ശേഷവും ഒരു നീതിയുടെ കാലമുണ്ടാകും. എല്ലാ അന്ധകാരങ്ങൾക്ക് ശേഷവും ഒരു വെളിച്ചം തൂവുന്ന ഒരു സൂര്യൻ ഉദിക്കപ്പെടും. അതുപോലെ തന്നെ എല്ലാ പ്രളയങ്ങൾക്ക് ശേഷം പ്രളയം വറ്റുന്ന ഒരു കരയുണ്ടാകും. എല്ലാ യുദ്ധങ്ങൾക്ക് ശേഷം സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല നമുക്ക് നാളെയെ കാണാൻ കഴിയുക. നാളെ ചിലപ്പോൾ നല്ല ഒരു പ്രഭാതം നമുക്കുണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരുപക്ഷെ നമ്മൾ അടുത്ത ഈ ഈദുൽ അദ്ഹയിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷത്തോടു കൂടി ഒരുപക്ഷെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലരും പറയുന്ന സാമ്പത്തിക രംഗത്ത് നമ്മളെല്ലാവരും താഴേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് എന്നതാണ് ലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ചെയ്ത രാഷ്ട്രങ്ങൾ മാത്രമല്ല, യുദ്ധത്തിനിരയായ രാഷ്ട്രങ്ങൾ മാത്രമല്ല, നോക്കി നിന്ന ഇന്ത്യക്കാർക്ക് വരെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാ വിഷമതകളും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഈ മേഖലയെയും നമ്മുടെ കുടുംബത്തെയൊക്കെ ബാധിച്ചിരിക്കുന്ന വിഷമതകളെ പടച്ചതമ്പുരാൻ ദൂരീകരിച്ച് തരുമാറാകട്ടെ. നമുക്ക് കൂടുതൽ സന്തോഷത്തോടുകൂടി ആർജവത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സഹായവും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ശക്തിമത്തായ സൗഹൃദ ബന്ധത്തോടുകൂടി നമ്മുടെ മതജാതി വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഗ്രൂപ്പാക്കി ഇതിനെ മാറ്റി തീർക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം നമുക്കെല്ലാവർക്കും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.